അസ്സലാമലൈക്കും. എല്ലാവർക്കും നമസ്കാരം. ഞാനിന്ന് മൺചട്ടി എങ്ങനെയാണ് പെട്ടെന്ന് മയപ്പെടുത്തി എടുക്കാമെന്നുള്ളൊരു വീഡിയോ ആണ് കാണിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ ഇത് ഫ്ലാറ്റിലും അതുപോലെ തന്നെ റെൻറ്റിനൊക്കെ താമസിക്കുന്നവർക്ക് ഈ അടുപ്പും കനലും ഒന്നും കിട്ടാത്ത സമയത്ത് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു മെത്തേഡാണ് ഞാനിവിടെ കാണിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും പഴയ പോലെ തന്നെ ഈ കനലൊക്കെ ഇട്ട് മയപ്പെടുത്തി എടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ഇത് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. ഇപ്പോൾ നോൺ സ്റ്റിക്കിൻ്റെ യൂസൊക്കെ കുറച്ച് ഞാനിപ്പോൾ മൺചട്ടിയും ഇരുമ്പ് ചട്ടിയൊക്കെ ഉപയോഗിക്കാനുള്ള പ്ലാനിലാണ്. അപ്പോൾ ഞാൻ കുറച്ച് ചട്ടികളൊക്കെ വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ അതിലൊരു ചട്ടി ഞാൻ എങ്ങനെയാണ് മയപ്പെടുത്തി എടുക്കുന്നതെന്നാണ് കാണിക്കുന്നത്. ഇതൊരു കുഞ്ഞു ചട്ടിയാണ്. ഞങ്ങൾ 2 പേരേ ഉള്ളൂ. അപ്പോൾ ഞങ്ങൾക്ക് 2 പേർക്ക് ചെറിയൊരു കറിയൊക്കെ വെക്കാനും അതുപോലെ തന്നെ തോരനൊക്കെ വെക്കാൻ പറ്റുന്ന ഒരു കുഞ്ഞു ചട്ടിയാണിത്. അപ്പോൾ ഇത് ഞാൻ കഴുകിയിട്ടൊന്നുമില്ല, ജസ്റ്റ് ഞാൻ അതിനകത്ത് ഒന്ന് വെള്ളം ഒഴിച്ചൊന്ന് ജസ്റ്റ് ഒന്ന് കഴുകിയെടുത്തതിന് ശേഷം അതിൽ നിറയെ ഞാൻ വെള്ളം എടുത്തിട്ടുണ്ട്. അല്ലാതെ സോപ്പിട്ട് ഒരിക്കലും ചട്ടി കഴുകരുത്. തീ കത്തിച്ചതിന് ശേഷം നമുക്ക് ഇതിനകത്തോട്ട് ചായപ്പൊടിയാണ് ചേർത്ത് കൊടുക്കേണ്ടത്. ഈ മണ്ണിൻ്റെ മണം ഒന്ന് മാറിക്കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മയപ്പെടുത്തി എടുക്കുന്നത്. അപ്പോൾ ചായപ്പൊടി നല്ലൊരു ഇതാണ് നമുക്ക് മയപ്പെടുത്തി എടുക്കാൻ വേണ്ടിയിട്ട്. ചെറിയ ചട്ടി ആയതുകൊണ്ട് തന്നെ ഒരു 4-5 ടീസ്പൂൺ ചായപ്പൊടി മതിയാവും. വലിയ ചട്ടിയാണെങ്കിൽ ഒരു 7-8 ടീസ്പൂൺ ചായപ്പൊടി ചേർത്താൽ മതി. അപ്പം ഞാൻ അതിനകത്തോട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മളിത് തിളപ്പിച്ചിട്ട് ഇത് പകുതിയാകുന്നവരെ വറ്റിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ജസ്റ്റ് ഒരു ദിവസം കൊണ്ട് തന്നെ നമുക്കിത് ചെയ്തെടുക്കാൻ പറ്റും. ഒരുപാട് സമയം വേണ്ട, എളുപ്പമാണ് ചെയ്തെടുക്കാനായിട്ട്. ഇതിപ്പോൾ നന്നായിട്ടൊന്ന് തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് എന്താ വേണ്ടതെന്ന് വെച്ചാൽ തീ നല്ലപോലെ ഒന്ന് കുറച്ച് വെക്കാം. നമ്മൾ പുതിയ ചട്ടി ആയതുകൊണ്ട് തന്നെ തീ ഒരിക്കലും ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് നമ്മളൊന്നും ചെയ്യരുത്. കാരണം ചട്ടി നമ്മൾ മയപ്പെടുത്തിയിട്ടില്ല, അപ്പോൾ ചിലപ്പോൾ പൊട്ടിപ്പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ എപ്പോഴും സ്റ്റാർട്ടിങ്ങിൽ മീഡിയം ഫ്ലെയിമിൽ വെക്കുക. എന്നിട്ട് തിളക്കുമ്പോൾ അതൊന്ന് തീ നല്ലോണം ഒന്ന് കുറച്ച് കൊടുക്കുക. അപ്പോൾ നല്ല പോലെ വെട്ടി തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ കണ്ടോ, 1/4 ഭാഗം ഒന്ന് വറ്റി. ഇനി നമുക്കിത് പകുതി ആവുന്ന വരെ നമ്മൾ വെക്കണം. ഏകദേശം ഒരു 10-20 മിനിറ്റ് ആകുമ്പോഴേക്കും നമ്മുടെ വെള്ളമൊക്കെ വറ്റി ഒന്ന് പകുതിയായിട്ട് വരും. ഇപ്പോൾ കണ്ടോ, നല്ലപോലെ വറ്റി തുടങ്ങിയിട്ടുണ്ട്. അതിൻ്റെ സൈഡിലുള്ള ചായപ്പൊടിയൊക്കെ ഒന്ന് ഇളക്കിയിട്ട് കൊടുക്കുക. ഇത് ശരിക്കും ഒരുപാട് മെത്തേഡ് ഉണ്ട് ചെയ്യാനായിട്ട്. ഉള്ളി വെച്ച് ചെയ്യുന്നവരുണ്ട്, പിന്നെ കഞ്ഞിവെള്ളം വെച്ച് ചെയ്യുന്നവരുണ്ട്. അപ്പോൾ ഇത് കുറച്ചുകൂടി എളുപ്പമുള്ള മെത്തേഡാണ്. ഇപ്പോൾ ഒരു 10-20 മിനിറ്റ് ആയിട്ടുണ്ട്. നമ്മുടെ വെള്ളം പകുതിയായിട്ട് വറ്റി വന്നിട്ടുണ്ട്. ഇനി തീ ഓഫ് ചെയ്തതിന് ശേഷം ഒരു 10-12 മണിക്കൂർ ഇത് നമുക്ക് വെറുതെ ചട്ടിക്കകത്ത് തന്നെ വെച്ചാൽ മതി. ഇതിപ്പോൾ കണ്ടോ, ഒരു 10-12 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ കുറച്ചുകൂടെ ഒന്ന് കട്ടിയായിട്ട് വന്നിട്ടുണ്ട് ആ ചായപ്പൊടിയൊക്കെ തിളപ്പിച്ച വെള്ളം. ഇനി ജസ്റ്റ് അതൊന്ന് നമ്മൾ കഴുകിയെടുക്കണം കളഞ്ഞതിന് ശേഷം. കണ്ടോ, ഞാനിപ്പോൾ കഴുകിയെടുത്തിട്ടുണ്ട്. സോപ്പൊന്നും ഉപയോഗിക്കേണ്ട, ജസ്റ്റ് വെള്ളം ഒഴിച്ച് നല്ലപോലെ കൈവച്ചൊന്ന് കഴുകിയെടുത്താൽ മതി. ഇപ്പോൾ തന്നെ നമുക്ക് ചട്ടി കണ്ടാൽ അറിയാം, ചട്ടിയുടെ ആ ഒരു മണ്ണിൻ്റെ കളറൊക്കെ മാറി വന്നിട്ടുണ്ട്. മണ്ണിൻ്റെ മണം നല്ല പോലെ പോകും. നമുക്കിനി ഡയറക്റ്റായിട്ട് ഇപ്പം തന്നെ ഇത് കറി വെക്കാനോ തോരൻ വെക്കാനോ ഉപയോഗിക്കാം. ഞാനിത് ഇപ്പം തന്നെ ഉപയോഗിക്കുന്നുണ്ട്. ഇനിയിപ്പോൾ അഥവാ നിങ്ങൾ ഇപ്പോൾ ഉപയോഗിക്കുന്നില്ല, നാളത്തെ കഴിഞ്ഞൊക്കെ ഉപയോഗിക്കുന്നില്ലെങ്കിൽ കുറച്ച് ഒരു വെളിച്ചെണ്ണ എന്തെങ്കിലും തടവിയിട്ടൊന്നുള്ളിൽ മുഴുവനായിട്ടൊന്ന് തടവിയതിന് ശേഷം എടുത്ത് വെച്ചാൽ മതി. അപ്പോൾ കുറച്ചും കൂടെ ഒന്ന് മയപ്പെട്ട് വരും. അപ്പോൾ ഞാനിത് ഡയറക്റ്റ് യൂസ് ചെയ്യുന്നതുകൊണ്ട് ഞാൻ വെളിച്ചെണ്ണയൊന്നും തേക്കുന്നില്ല. കാരണം ഞാൻ ഇപ്പം തന്നെ വെളിച്ചെണ്ണ ഒഴിച്ച് കറി വെക്കാൻ പോവാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വളരെ എളുപ്പത്തിൽ നമുക്ക് മൺചട്ടി മയക്കി എടുക്കാൻ പറ്റും. അത് ഇങ്ങനെ ചെയ്താൽ ഒരുപാട് കാലം നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. സാധാരണ നമ്മൾ മയപ്പെടുത്തി എടുത്താൽ എത്ര കാലം നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും അത്രയും കാലം തന്നെ നമുക്ക് മൺചട്ടി യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ എപ്പോഴും മൺചട്ടി വാങ്ങിക്കുമ്പോൾ നല്ലപോലെ നോക്കിയിട്ട് വാങ്ങിക്കുക. കാരണം ചില ചട്ടികൾ പെട്ടെന്ന് ഗ്യാസിൽ വെക്കുമ്പോൾ പൊട്ടിപ്പോകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ ചട്ടി വാങ്ങിക്കുമ്പോൾ നല്ലപോലെ നോക്കിയിട്ട് വാങ്ങിക്കുക. കാരണം 2-3 തവണയൊക്കെ നമ്മൾ യൂസ് ചെയ്യുമ്പോഴേക്കും ചട്ടിയുടെ അടിഭാഗം പൊട്ടി തുടങ്ങും. അപ്പം നല്ല ചട്ടി തന്നെ നോക്കി വാങ്ങിക്കുക. നമ്മുടെ വീട്ടിലെ ഉമ്മച്ചീനോടോ അല്ലെങ്കിൽ ഉമ്മമാനോടൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് നല്ല ചട്ടികൾ മനസ്സിലാവും. അല്ലാതെ ഇപ്പോൾ പുതിയ ആൾക്കാർക്കൊന്നും അങ്ങനെ വലിയ പരിചയം ഉണ്ടാവില്ല. എനിക്കും വലിയ പരിചയമൊന്നുമില്ല വാങ്ങിക്കാനായിട്ട്. അപ്പോൾ എനിക്കിത് ഉമ്മച്ചി വാങ്ങിച്ചു തന്നെയാണ്. എനിക്ക് കറക്റ്റ് അറിയില്ല ശരിക്കും പറഞ്ഞാൽ എങ്ങനെയാണ് ചട്ടി നോക്കി വാങ്ങിക്കുന്നതെന്നുള്ളത്. അപ്പം നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ ചട്ടി നോക്കി നന്നായിട്ട് വാങ്ങിക്കാൻ അറിയെങ്കിൽ അതെങ്ങനെയാണെന്നുള്ളത് ഒന്ന് കമൻറ്റിലിടുക. അപ്പോൾ എനിക്കിവിടെ മനസ്സിലാവും, അതുപോലെ തന്നെ വീഡിയോ കാണുന്നവർക്കും മനസ്സിലാവും. അപ്പോൾ അറിയാവുന്നവരൊക്കെ ഷെയർ ചെയ്യുക കമൻറ്റിൽ വന്നിട്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. കാരണം ഒറ്റ സ്റ്റെപ്പേ ഉള്ളൂ. വളരെ ഈസി ആയിട്ട് നമുക്ക് ഒറ്റ ദിവസം കൊണ്ട് കുറഞ്ഞ മണിക്കൂറിൻ്റെ തന്നെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്നൊരു മെത്തേഡല്ലേ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക. ട്രൈ ചെയ്തതിന് ശേഷം അഭിപ്രായം പറയുക. അതുപോലെ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഫ്രണ്ട്സിനൊക്കെ
ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിച്ചതിന് ശേഷം ട്രൈ ചെയ്യുക. അതുപോലെ തന്നെ ധ്യാൻസ് കണ്ണൂർ കിച്ചൻ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഈ വീഡിയോൻ്റെ തൊട്ട് താഴെ സബ്സ്ക്രൈബ് എന്നുള്ള റെഡ് ബട്ടൺ കാണും, അതൊന്ന് ക്ലിക്ക് ചെയ്യുക. അത് ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ തൊട്ടടുത്തൊരു ബെല്ലിൻ്റെ പടവും കൂടെ വരും, അതുകൊണ്ടൊന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പം ഞാനിനി വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുന്നതായിരിക്കും. അപ്പം മടിക്കാതെ ഇപ്പം തന്നെ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇനി ഒരുപാട് നല്ല നല്ല റെസിപ്പീസായിട്ട് ഞാൻ വരുന്നതായിരിക്കും ഇൻഷാ അല്ലാ. താങ്ക് യു ഫോർ വാച്ചിങ്.